لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ ഖുർആനിൻ്റെ കൂടി മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥം കൂടുതൽ പാരായണം ചെയ്യാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും വിശ്വാസികൾ അഹോരാത്രം പരിശ്രമിക്കുന്ന സന്ദർഭമാണ് റമളാൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാണ്, നമസ്കാരം, സകാത്ത്, ഖുർആൻ പാരായണം, ഇത് മൂന്നും ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. സൂറത്തു ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിലാണ് അള്ളാഹു ഈ കാര്യം നമ്മെ അറിയിക്കുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബ് അല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം കിതാബ് പാരായണം ചെയ്യുന്നവർ, വഖാമുസ്സലാ, നമസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കുന്നവർ. നിസ്കരിക്കുക എന്നല്ല കേട്ടോ, എപ്പോഴും പറയും അഖാമുസ്സലാ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് നിലനിർത്തലാണ്, നിസ്കരിക്കലല്ല. അപ്പോൾ കൃത്യമായിട്ട് നമസ്കാരം നിലനിർത്തുകയും വഅൻഫഖൂ, അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു, മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. ഇപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഖുർആൻ പാരായണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, മനസ്സിലാക്കണം, പഠിച്ചുള്ള ഓത്താണ്, അറിഞ്ഞുകൊണ്ടുള്ള ഓത്ത്, അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്താൽ, നോക്കൂ, യർജൂന, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് തിജാറത്തൻ, എന്താണ്, ഒരു കച്ചവടമാണ്. എന്താ കച്ചവടത്തിൻ്റെ പ്രത്യേകത? ലൻ തബൂർ, ആ കച്ചവടത്തിന് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. അപ്പോൾ നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് എന്ത്? ഈ 3 കാര്യങ്ങൾ. നമുക്കറിയാം, നിസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മീയമായ അടിത്തറയാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. എന്ത്? നമസ്കാരം എന്ന് പറഞ്ഞാൽ. ധർമ്മങ്ങളും സക്കാത്തൊക്കെ എന്താണ്? അത് സഹജീവികളുമായിട്ടുള്ള ബന്ധമാണ്. അത് രണ്ടിനോടും ചേർത്ത് പറയുകയാണെന്ത്? ഖുർആൻ പാരായണത്തെ. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഖുർആൻ അത് കൃത്യമായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ മറ്റേ 2 സൽക്കർമ്മങ്ങളും ചെയ്ത അതേ മഹത്വം, പുണ്യം, വലൈക്കും അദ്ദേഹത്തിന് ലഭിക്കാൻ അത്രയും പുണ്യമായ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഉമാമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ എപ്പോഴും അത് പറയുന്നതാണ്. ഇഖ്റഉ അൽ ഖുർആൻ, നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ. ഈ പാരായണം ചെയ്യുക എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, അതറിഞ്ഞുകൊണ്ട് ഓതുക എന്നാണ് കേട്ടോ. ഇനി അറിയുന്നില്ലെങ്കിൽ ഓതിക്കോളൂ, നന്നായിട്ട് ഓതിക്കോളൂ. എന്തുകൊണ്ടാണ് ഓതണം എന്ന് പറയുന്നത്? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, കാരണം നാം ഓതുന്ന വിശുദ്ധ ഖുർആനുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് വരും. എങ്ങനെയാണ് വരുന്നത്? ഷഫീഅൻ ലി അസ്ഹാബിഹി, ഓതുന്നവന് ശുപാർശകനായിട്ട്. നാളെ മഹ്ശറിൽ ഏതൊരു മനുഷ്യനും വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, ആരുടെയും ശുപാർശ കൊതിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവൻ ഓതിപ്പോയ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവനൊരു ശുപാർശകനായി വന്നിട്ട് അവനെ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ അവിടെ നടത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ
ഇമാം ബുഖാരിയും മുസ്ലിമും ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണത്? അല്ലദീ യഖറഉൽ ഖുർആൻ. നോക്കൂ, ഒരാൾ ഖുർആൻ ഓതുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ ഇപ്പം അതിലെ. എങ്ങനെയാണ് ഓതുന്നത്? വഹുവ മാഹിറും ബിഹി. ആ ഓതുന്ന ആ ഖുർആനിൽ അവനിക്ക് എന്തുണ്ട്? അറിവുണ്ട്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ അവനിക്ക് പ്രാവീണ്യമോ നൈപുണ്യമോ ഉണ്ട്. അല്പം അറിഞ്ഞുകൊണ്ടാണ് ഓതുന്നത്. ഓരോ ആയത്തോതുമ്പോഴും ഓരോ വാക്കുകളും അതിൽ ഓരോ ചോദ്യങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ അവൻ്റെ മനസ്സിൽ തട്ടുന്നുണ്ട്. ചിലപ്പോൾ അവൻ ആകെ എന്താ പറയുക, ഭയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ സന്തോഷമുണ്ടാകുന്നുണ്ട്. അങ്ങനെ അവനിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടുള്ള ഒരു ഓത്ത് അവൻ ഇങ്ങനെ ഓതി മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ ആ മനുഷ്യനുണ്ടല്ലോ സഫറത്തിൽ കിറാമി അൽ ബററ. ആരോടൊപ്പമാണ് ആ മനുഷ്യൻ ആ സന്ദർഭത്തിൽ? ഇവിടെയും നാളെ പരലോകത്തും സഫറത്ത് എന്ന് പറഞ്ഞാൽ ആരാ? മലക്കുകളാണ്. എങ്ങനെയുള്ള മലക്കുകൾ? അൽ കിറാമി അൽ ബററ. വളരെ ആദരണീയരും പുണ്യവാളന്മാരുമായ മലക്കുകളോടൊപ്പമാണ് വിശുദ്ധ ഖുർആൻ ആ വിധത്തിൽ ഓതുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി. അപ്പം നമ്മൾ ഖുർആൻ ഓതുമ്പം മലക്കുകൾ നമ്മളോടൊപ്പമുണ്ട് എന്നർത്ഥം. ഇവിടെയും നമുക്ക് താങ്ങായി സംരക്ഷണമായി പരലോകത്തും അതേ അവസ്ഥയിൽ. എന്നാൽ നിങ്ങൾ നോക്കൂ, വല്ലദീ യഖറഉൽ ഖുർആൻ. എന്നാൽ ചില ആളുകൾ, അല്ലെ വേറെ ഒരു വ്യക്തി, അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. ഇപ്പം റമളാനൊക്കെ വരുമ്പോണ്ടല്ലോ പല ആളുകളും പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതും. ഇരിക്കുന്നിടത്ത് മൊബൈൽ തുറന്ന് ഇങ്ങനെ ഖുർആൻ ഓതും അല്ലേ? ഇത് ഓതുന്നത് കാണുമ്പോൾ ഓതാൻ കഴിയാത്തവർക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവും. എനിക്കതിന് കഴിയുന്നില്ലല്ലോ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഖുർആൻ നമ്മൾ ഈ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഉസ്താദ് അടിച്ചിട്ട് ഇറങ്ങി ഓടിപ്പോയ മനുഷ്യന്മാരുണ്ടല്ലോ അല്ലേ? അവരൊക്കെ ഇപ്പം അങ്ങനെ ജീവിച്ച് സ്കൂളൊക്കെ പോയി വളർന്ന് വലുതായി ഗൾഫിലൊക്കെ വന്ന് ഇപ്പോഴാണ് ഈ ഖുർആൻ ക്ലാസ്സും പള്ളിയിലോത്തും ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു അല്പം ഓതണം എന്നുള്ള വലിയ മോഹമുണ്ട്. അങ്ങനെയാണ് പലരും ഖുർആൻ ക്ലാസ്സിലൊക്കെ വന്നു തുടങ്ങുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്പാൽപമായി അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു, ആയത്തുകൾ പഠിച്ചു. അങ്ങനെ പ്രയാസപ്പെട്ട് ഓതാൻ ഇങ്ങനെ ശ്രമിക്കുക. അവനെ പറ്റിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. എങ്ങനെയാ? ഫീഹി, വളരെ പ്രയാസപ്പെട്ട് അല്ലേ? ശരിക്ക് രാഗവും തജ്വീദിയ നിയമങ്ങൾ പാരായണം സംബന്ധിച്ചുള്ള അതൊന്നും കൃത്യമായിട്ടില്ലെങ്കിലും പ്രയാസപ്പെട്ട് അങ്ങനെ ഓതുന്നുണ്ട്. വഹുവ അലൈഹി ഷാഖുൻ. ആ വിഷയത്തിൽ വലിയ പ്രയാസം അദ്ദേഹത്തിനുണ്ട്. തപ്പിത്തടഞ്ഞങ്ങനെ ഓതുവാണ്. പഠിച്ചതനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അലിഫ് ലാം മീം അങ്ങനെ തൻസീലു പതുക്കെ തപ്പിത്തടഞ്ഞ് വളരെ ബുദ്ധിമുട്ടി മശക്കത്തോടുകൂടി അദ്ദേഹം ഓതാൻ ശ്രമിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തിന് നിങ്ങളറിയോ, അദ്ദേഹത്തിന് ലഹു അജ്റാനി. എന്താണ്? അദ്ദേഹത്തിന് 2 കൂലി, 2 പ്രതിഫലങ്ങളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറയാം, ഖുർആനിൽ പ്രാവീണ്യം നേടി നൈപുണ്യമുള്ള അറിവുള്ള സുന്ദരമായി ഓതാൻ കഴിയുന്ന മനുഷ്യൻ അത് ഓതുമ്പോൾ ആ മനുഷ്യൻ മലായിക്കത്തിൻ്റെ സമീപത്തിലായിരിക്കും. ഉന്നതമായ ഒരു പദവിയിൽ അദ്ദേഹം എത്തുമ്പോൾ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് ഒരു ആയത്ത്, ഒരു സൂറത്ത് അത് ഓതി തീർക്കട്ടെ എന്ന് അധ്വാനിക്കുന്ന ഈ മനുഷ്യന് 2 പ്രതിഫലമാണ്. അതെന്തുകൊണ്ടാ? ഒന്ന് ഓതുന്നു എന്ന പ്രതിഫലം കേട്ടോ. നിരുത്സാഹപ്പെടുത്തുമല്ലേ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഇങ്ങനെ എന്താ തെറ്റ് ഓതുന്നെന്ന് പറയുന്നില്ല, അവരങ്ങനെ ഓതട്ടെ എന്നാണ് അല്ലേ? ചിലർ എന്തെന്നാണ് ഓന്ന് മുസാഫ് പൊട്ടിച്ച് പോയിക്കോന്ന് പറയുന്ന മനുഷ്യന്മാർ അല്ലേ? എന്തൊക്കെയോ ഒന്ന് ലഹു അജ്റാൻ, അവന് 2 കൂലി. ഒന്നവൻ ഓതുന്നു, മറ്റെന്തിനാ? ഓതാൻ അധ്വാനിക്കുന്നു, ശ്രമം നടത്തുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലേ, ഈ കാര്യത്തിലാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ അറിഞ്ഞ് ഖുർആൻ ഓതുമുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു തആല അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിൻ. ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ ഓതുന്നുണ്ടോ അല്ലേ? ഏതെങ്കിലും ഒരു ആയത്ത് റമളാനിലും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ അല്ലേ? എൻ്റെ എത്ര സമയം ഞാൻ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ എത്ര ശതമാനം വിശുദ്ധ ഖുർആനിലെ പേജുകൾ ഓതാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓതും എന്ന ചിന്തയാ വേണ്ടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ ഖുർആൻ ഓതാണ്, ഓൻ ആരപ്പില്ലാന്ന് നിങ്ങളറിയോ, മസലിൽ ഉത്തുറുജ, ഒരു ഉത്തുറുജയെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ, മാതള നാരങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രുചിയും നല്ല മണവുമുള്ള നാരങ്ങക്കാണ് അറബിയിൽ ഉത്തുറുജ എന്ന് പറയും. മനസ്സിലായില്ലേ? ആ നാരങ്ങ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കത് സുഗന്ധം, നല്ലൊരു വാസന തരും. അത് കഴിക്കുമ്പോൾ അതിനേക്കാൾ നല്ല രുചിയും തരും. ഇതുപോലെയാണ് ആര് നന്നായി ഖുർആൻ ഓതുന്നൊരു മുഅ്മിൻ. റീഹുഹാ ത്വയ്യിബ്, ആ ഉത്തുറുജയുടെ ഗന്ധം, അതിൻ്റെ മണം വളരെ സുഗന്ധമുള്ളതാണ്. വതഅമുഹാ ത്വയ്യിബ്, അതിൻ്റെ രുചിയാവട്ടെ അത് ഉത്തമവും ആസ്വാദ്യകരവുമാണ്. അത്രയും നല്ല ഒരു ഫ്രൂട്ടാണ്, ഫലമാണ് അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ആ ഫലം അതിൻ്റെ പുറം എന്താണ്, നല്ല മണം അല്ലേ, നല്ല സുഗന്ധം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നൊരു മനുഷ്യൻ, ഈ ഇരിക്കുന്നൊരു മനുഷ്യൻ ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ പുറത്ത് മണമുള്ള ഉത്തുറജ പോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കും, പൂവിലേക്ക് തേനീച്ചി അടുപ്പിക്കും പോലെ നല്ല മണം അല്ലേ. നല്ല മണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ നിങ്ങളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ രുചി ആസ്വാദ്യകരമാണ്. തഅമുഹ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ മനുഷ്യൻ്റെ ഖൽബും ഈമാനും ഉണ്ടല്ലോ ഈ ഖുർആനാകുന്ന മാധുര്യം കൊണ്ട് സമ്പന്നമാണ് എന്നർത്ഥം. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളും നല്ലതാണ്, പുറവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി മുസ്ലിമും കൂടി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ അസൂയ ആവാമെങ്കിൽ, അസൂയ പാടുണ്ടോ? ഹറാമല്ലേ? നല്ല ചില കാര്യത്തിൽ പറ്റൂലേ? അസൂയ അടിസ്ഥാനപരമായിട്ട് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, അത് ഹറാമാണ്. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യൻ അള്ളാഹു നൽകിയ നിഅമത്ത് അത് നീങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹമല്ലേ. ഓൻ്റെ ഷോപ്പ് അല്ലേ, ഓൻ്റെ സ്വർണ്ണപ്പീടിയ ജ്വല്ലറി അല്ലെ, മറ്റൊൻ്റെ സൂപ്പർ മാർക്കറ്റ്, എന്താ അതിൻ്റെ ഒരു പൊലിമയും ആളും കച്ചവടവും വരുമാനവും. അപ്പം ഇങ്ങോട്ട് ഇത് തുറന്നു വെച്ചു അല്ലേ, ഓൻ്റെ പോയി വെറുതെ ഇങ്ങനെ തിരികെ ഒറ്റയും പോകുന്നില്ല. അവസാന സുഹൃത്തുക്കളൊക്കെ വിളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ അസൂയ വരുന്നത് അങ്ങനല്ലേ. പക്ഷെ ഇവിടെ അസൂയ ആവാം രണ്ട് കാര്യത്തിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അസൂയ അല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇങ്ങോട്ട് പറയും, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നത്ത്, രണ്ട് കാര്യങ്ങളിൽ അല്ലാതെ അസൂയ ഒട്ടുമേ പാടില്ല. എന്താണത്? ഒന്ന്, റജുലുൻ, ഒരു മനുഷ്യൻ, ആതാഹുല്ലാഹു അൽ ഖുർആൻ, അള്ളാഹു തആല അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഖുർആൻ കൊടുത്തു. ഖുർആൻ കൊടുത്തു എന്നുള്ളത് മുസാഫ് കൈ കൊടുത്തു എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാ അല്ല, അത് ഓതാനും അത് മനസ്സിലാക്കാനൊക്കെ പഠിച്ചു. എന്നിട്ടോ ആ മനുഷ്യനുണ്ടല്ലോ, ആ ഖുർആൻ പഠിച്ച മനുഷ്യൻ, ഫഹുവ യഖൂമു ബിഹി, അതോതിക്കൊണ്ട് അദ്ദേഹം നമസ്കരിക്കുന്നു എന്നൊരർത്ഥം. അല്ലെങ്കിൽ അത് ഓതിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് മറ്റൊരർത്ഥം. എപ്പോൾ ഫഹുവ യഖൂമു ബിഹി ആന അല്ലൈലി വ ആന അന്നഹാർ, രാത്രിയുടെ യാമങ്ങളിൽ, പകലിൻ്റെ യാമങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിക്കുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ അല്ലേ, നമ്മളൊക്കെ ചില ഇമാമുകളെ നോക്കി പോകുന്ന സമയത്ത് അല്ലേ, എത്രയോ ദൂരെ വണ്ടിയിൽ ആൾക്കാർ പോകും. എന്താ, അവിടെ പോയി ആ ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്, അറിയാത്തൊരു ഖുശൂ വരും എന്നതുകൊണ്ടാണ് പോകുന്നത് അല്ലേ. 20 കിലോമീറ്റർ അപ്പുറം, 35 കിലോമീറ്റർ അപ്പുറമൊക്കെ ആൾക്കാർ രാത്രി പോവാണ്. എന്തിനാണ്? ആ ഇമാമിൻ്റെ ഓത്ത് അല്ലേ. അങ്ങനെ ഒരാൾ ഓതുമ്പോൾ നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ. അപ്പം അവിടെ ഗീബത്ത് ക്ഷമിക്കണം, അവിടെ ഹസദ് പാടില്ല, ഇതിലേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയുന്ന ആ ഹസദല്ല, ഇതിൻ്റെ അർത്ഥം ഗിബ്ത എന്ന് പറയും. അറബിയിലൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? മറ്റൊരു മനുഷ്യൻ അള്ളാഹു കൊടുത്തൊരു ഗുണമുണ്ടല്ലോ, അതെനിക്കും കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ നന്മകൾ എനിക്കും ചെയ്യാമായിരുന്നു എന്ന ആഗ്രഹത്തെയാണ് ഇവിടെ ഈ ഹസദ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ കാണുന്ന മനുഷ്യന്മാരെ കണ്ട് ഖുർആൻ കൊണ്ട് സമ്പന്നമാകുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, സഹോദരിമാർ അല്ലേ, അവരോട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പം അതിൽ നമുക്ക് എന്ത് വേണം? ഒരു അസൂയ അതുപോലെയാവാൻ. രണ്ടാമത്തെ എന്താണ്? വറജുലുൻ ആതാഹുല്ലാഹു മാലൻ, അള്ളാഹു സമ്പത്ത് കൊടുത്തൊരു മനുഷ്യൻ. കൊടുത്തോണ്ട് കാര്യമില്ല കേട്ടോ, കൊടുത്തോണ്ട് കാര്യമുണ്ടോ? അല്ലേ, ഇല്ല, കൊടുത്തോണ്ട് കാര്യമല്ല. ഫഹുവ യുൻഫിഖുഹു ആന അല്ലൈലി വ ആന അന്നഹാർ,
രാത്രിയോ പകലോ എന്ന് നോക്കാതെ കൊടുത്ത സമ്പത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് ചിലവഴിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത നല്ലൊരു മനുഷ്യൻ, ഉദാര മനസ്കനായ ഒരു മനുഷ്യൻ, കൊടുക്കാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ്. എത്ര മനുഷ്യന്മാർക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്, കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരാവശ്യക്കാരൻ്റെ കയ്യിലെത്തുമ്പോൾ ഓനിക്കൊരു സന്തോഷം, ആ കുടുംബത്തിൻ്റെ സന്തോഷം. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തു നിങ്ങളുടെ മകൻ്റെ കൈ കൊടുത്തു നോക്ക്. അവൻ കൊടുക്കുമ്പോൾ അവനിക്കും അതിൻ്റെ ഒരു പ്രതിഫലം, എനിക്കും ഒരു പ്രതിഫലം, കൊടുക്കുന്ന വ്യക്തിക്കും ആരിലൂടെയാണോ അവനും കിട്ടുന്നവർക്കും പ്രതിഫലം. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് പ്രതിഫലം പരക്കുന്ന അതിമഹത്തായ ഒരു കാര്യമാണെന്ത് ഈ സദക്ക എന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്വന്തം വീട്ടിൽ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കൊരു എന്താ പറയുക, ചില പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ, സമൂസ ഉണ്ടാക്കി. അപ്പം സമൂസ ഉണ്ടാക്കാൻ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഞാനാണ് സാധനം വാങ്ങിച്ചു കൊടുക്കുക. അത് ഉണ്ടാക്കുന്നത് എൻ്റെ ഭാര്യയാണ്, ഭാര്യ മകനോട് പറയുന്ന അടുത്ത വീട്ടിൽ നീ ഒരു 5 സമൂസ കൊണ്ട് കൊടുക്കുന്നു. എത്ര പേർ അതിൽ ഭാഗവാക്കാക്കുന്നു? 3 പേർക്ക് പ്രതിഫലമാണ്. അപ്പം കൊടുക്കാൻ കഴിയുന്ന മനസ്സ് ഏറ്റവും വലിയൊരു മനസ്സാണ്. അപ്പോൾ അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുക, സമ്പത്ത് കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അതിങ്ങനെ ചിലവഴിക്കുന്നത് കാണുമ്പോൾ പടച്ചോനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, എന്തിന്? സ്വന്തം എണ്ണീറ്റ് സ്വന്തം കാര്യത്തിന് സൂക്ഷിക്കാനല്ല, അതുപോലെ കൊടുക്കാൻ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരാനുള്ള കൊതി നമുക്കുണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ പറഞ്ഞതാണ്, ഖുർആൻ കൊണ്ട് ഓതുന്ന മനുഷ്യനെ പോലെ, അതുകൊണ്ട് സമ്പന്നനായ മനുഷ്യനെ പോലെയാകാനുള്ള കൊതി നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇമാം തിർമദി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു കാര്യം, മൻ ഖറഅ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ ഓതുന്നു, ഒരു ഹർഫ്, കേട്ടോ, ഫലഹു, എന്നാൽ അദ്ദേഹത്തിനുണ്ട് ഹസനത്തുൻ, ഒരു നന്മ ഉണ്ട്. എന്താ ഉള്ളത്? നന്മ. എന്നാൽ നിങ്ങൾ അറിയണേ, വൽ ഹസനത്തു, നന്മ, ബി അശ്രി അംസാലിഹ, 10 ഇരട്ടിയ. ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഒന്നാം നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അലിഫ് ലാം മീം എന്ന അലിഫ് പറയുമ്പോൾ നിങ്ങൾക്കൊരു നന്മയുണ്ട്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരു നന്മയാണ് കിട്ടുന്നത്. എത്ര നന്മയാണ് കിട്ടുന്നത്? 10 കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അഖൂലു, ഞാൻ പറയുന്നില്ല, അലിഫ് ലാം മീം ഹർഫുൻ. സൂറത്തുൽ ബഖറ എടുത്ത് നമ്മൾ ആദ്യം ഫാത്തിഹ കഴിഞ്ഞിട്ട് അലിഫ് ലാം മീം എന്നോതുമ്പോൾ അതൊരൊറ്റ അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എന്താ പറയുന്നത്? വലാകിന്ന അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫും, ഓരോന്നും ഓരോരോ ഹർഫാണ് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം എന്ന് നിങ്ങൾ പറയുമ്പോൾ, നാം പറയുമ്പോൾ 30 പ്രതിഫലങ്ങൾ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടു, ഹസനത്ത് കിട്ടും. ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളിപ്പം മഗ്‌രിബിന് മുമ്പ് ഒരു 5 മിനിറ്റ് കിട്ടിയാൽ നിങ്ങൾ മൊബൈൽ തുറന്നിട്ട് ഓതുന്നില്ല, അല്ലേ? ഒരു ആയത്ത് നിങ്ങൾ ഓതുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അത്ര 10-15 വാക്കുകൾ ഉണ്ടാവും, അല്ലേ? ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് നിങ്ങൾ ഓതുമ്പോൾ എത്ര വാക്ക് അതിൻ്റെ അകത്തുണ്ട്, എത്ര അക്ഷരങ്ങൾ അതിലുണ്ട്. നിങ്ങൾ നോക്കുക, ഒരു നിമിഷം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന നേട്ടം എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ഈ ഒരു ബോധം, ഈ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു മസ്ഊദ് അള്ളാഹു ഖുർആൻ അള്ളാഹിൻ്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട്, വഫാലത്ത് അയ്നാഹു, അല്ലെ? ഇദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ മതി കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വളരെ പ്രശസ്തമായ, അങ്ങേയറ്റം ശ്രേഷ്ഠമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് എന്നോടും നിങ്ങളോടും, നമ്മൾ കൂടുതൽ സമയം നമുക്ക് മറ്റ് പ്രവർത്തന മേഖലയിൽ സജീവമാകാനുള്ള സാഹചര്യം ഇവിടെ തൽക്കാലമില്ല എങ്കിൽ, മാനസികമായിട്ടും അല്ലാതെയും ചെയ്യുന്ന സഹായങ്ങൾ എത്തിക്കേണ്ടത് എത്തിച്ചിട്ടും നൽകേണ്ടവർക്ക് വാങ്ങിച്ചു കൊടുത്തും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും അതൊക്കെ ചെയ്യുന്നതിന് മധ്യേ വലിയ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അതിമഹത്തായ ഒരു കർമ്മമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ അത് ഓതിയും അത് ഉൾക്കൊണ്ടും അത് പഠിച്ചും മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.